ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ക്രൊയേഷ്യയിലാണ്. ഇന്നലെ ഫുൾ ഡേ ഞാൻ റെസ്റ്റ് എടുത്തു. വീണ്ടും നല്ല പണിയാണ് കിട്ടിയത്. ഇന്നലെ വൈകിട്ട് എൻ്റെ ബസ് മിസ്സായി, ഫ്ലിക്സ് ബസ്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ റെസ്റ്റ് എടുത്തു. എന്നിട്ട് വൈകുന്നേരം പയ്യെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ ട്രാഫിക് ആയപ്പോൾ എന്താ ബസ് മിസ്സായി. അതാണ് ഉണ്ടായത്. ബസ് മിസ്സായി. എന്നിട്ട് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് ഇന്നലെ ക്രൊയേഷ്യയിൽ വീണ്ടും അങ്ങനെ 3 നൈറ്റ് സ്റ്റേ ചെയ്തു കേട്ടോ ക്രൊയേഷ്യയിൽ. എന്നിട്ട് അതിന് ശേഷം ഇപ്പോൾ ഞാൻ വീണ്ടും ബുക്ക് ചെയ്തിട്ട് ഇന്ന് മോർണിംഗ് സെർബിയയിലേക്ക് പോവാണ്. അത് മാത്രമല്ല സെർബിയയിൽ നിന്ന് വീണ്ടും ഷെങ്കനിലേക്ക് ബുഡാപെസ്റ്റിലേക്ക് കയറുന്നത്. അതും ക്യാൻസൽ ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. അതിന് വീണ്ടും ബുക്ക് ചെയ്യണം. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, അതെന്താ അങ്ങനെ ആയെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എല്ലാവർക്കും റിവ്യൂ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം അത് ക്യാൻസലായി പോയത്. ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ അത് റീബുക്ക് ചെയ്യുമ്പോൾ വീണ്ടും എക്സ്ട്രാ പൈസയോ, മൊത്തം എക്സ്ട്രാ പൈസ. ഇതിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് 20-25 യൂറോനാണെങ്കിൽ വീണ്ടും അടുത്ത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റ് ആവുകൊണ്ട് ഒരു 40-42 യൂറോസ് വരും. അതാണ് പ്രശ്നം. ഇവിടെ അങ്ങനെയാണ്. നമ്മൾ നേരത്തെ ബസ് ബുക്ക് ചെയ്തില്ലെങ്കിൽ അതും പ്രശ്നമാണ്. നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ കുറേ പൈസയാവും ലാസ്റ്റ് മിനിറ്റിലാവുമ്പോൾ. എങ്ങനെ പോലും കണക്കാ. ബസ് ഇപ്പം 3 ഫ്ലിക്സ് ബസ്സായി. ഞാൻ യൂറോപ്പിൽ വന്നേ പിന്നെ മിസ്സാവുന്നു. എന്തോ ടൈം ശരിയല്ല. നേപ്പാളിൽ നിന്ന് വീണ് അതിന് ശേഷം പിന്നെ ഫുഡിൽ എന്ത് ചെയ്താലും പ്രശ്നങ്ങളാണ്. എല്ലാം കൊളായിക്കൊണ്ടിരിക്കുക. എന്താ ബസ് കയറിയിട്ട് ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിതാ ഇങ്ങനെ പ്ലെയിനായിട്ടുള്ള ജസ്റ്റ് ഗ്രീനറി മാത്രമാണ് കാണുന്നത്. ഞാൻ പാലും പിന്നെ വെള്ളവും മേടിച്ചിട്ടോ. വെള്ളം ഞാൻ അപ്പുറം വെച്ച് പാല് മേടിച്ച്. പാലിന് 1 സെൻറ്റ് 1 യൂറോയും 18 സെൻസും ആയുള്ളൂ. അതിന് 1 യൂറോയും 50 സെൻസും ആയി. അതിന് ചെറിയ വെള്ളത്തിനാണ് പ്രൈസ് കൂടുതൽ. ഈ പാലിന് ചെറിയ പൈസയുള്ളൂ. പക്ഷെ അത് ഞാൻ പുറത്തുനിന്നാണ് മേടിച്ചത്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ പാലെന്തേലും മേടിച്ചിട്ട് കുടിക്കാമെന്ന് വെച്ചു. വലുതേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ ബാക്കി സേവ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ബസ് ഇവിടെ ബ്രേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അവിടെ ഒരു പ്രോട്ടീൻ ബാറൊക്കെ മേടിച്ചിട്ട് 12 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇവിടെ നമുക്കെല്ലാം എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് എല്ലാവിടെയും പ്രോട്ടീൻ ബാർ ഭയങ്കര ഈസി അവൈലബിൾ ആണ്. ഇതിന് 2.5 യൂറോ ആണ്. ഇത് നമ്മളെ നാട്ടിൽ ഏകദേശം ഒരു 260 രൂപ ആ ഒരു റേഞ്ചൊക്കെ വരുന്നത്. ഫൈനലി ഞാൻ സെർബിയയിൽ എത്തിയിട്ടുണ്ട്. 1 അവർ ലേറ്റ് ആയിട്ടാണ് ഫ്ലിക്സ് ബസ് വന്നത്. സാധാരണ റൈറ്റ് ടൈമിൽ എത്തണം, അല്ലെങ്കിൽ നേരത്തെ എത്തുന്നതാ. ബോർഡറെല്ലാം ക്രോസ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ലേറ്റായി. 2:30 എത്തേണ്ടായിരുന്നു, ഇപ്പം 3:30 ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ സെർബിയയിലുള്ള ബസ് സ്റ്റേഷനിലാണ് ഉള്ളത്. സെർബിയ എന്ന് പറയുന്ന കൺട്രി ഷെങ്കൻ കൺട്രിയിലുള്ളതല്ല, ബാൽക്കൻ കൺട്രീസ് ആണ്. യൂറോപ്പിൽ തന്നെ ബാൽക്കൻ റീജിയനിലുള്ള കൺട്രിയാണ്. അപ്പോൾ ഞാൻ സെർബിയ മാത്രമാണ് ബാൽക്കണിൽ ഒരു കൺട്രി പോകുന്നുള്ളൂ. ഇപ്പോൾ ഇത് നെക്സ്റ്റ് ഞാൻ ഹംഗറി ഷെങ്കൻ കൺട്രിയാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, ബുഡാപെസ്റ്റിലേക്ക്. സോ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എത്ര ടൈമിൽ എത്തുകയെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ പിക്ക് ചെയ്യാൻ ഒരു 45 മിനിറ്റ്സിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ബസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ആ ഒരു പ്രോട്ടീൻ ബാർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി എനിക്ക് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാലേ ഫുഡ് വല്ലതും കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് അവിടെ വരെ എല്ലാം നടന്ന് നോക്കി, പക്ഷെ അവിടെ ഒന്നും കാണാനില്ല. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ വൈകിട്ട് എങ്ങാണ്ടാണ് ഞാൻ കഴിച്ചത്, ഇന്നലെ ഉച്ചയ്ക്ക് എങ്ങാണ്ടാണ് ഞാൻ കഴിച്ചത്. അതിന് ശേഷം ഞാൻ പിന്നെ ആ പ്രോട്ടീൻ ബാർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. എന്തായാലും എൻ്റെ ടൈം മൊത്തത്തിൽ ശരിയല്ല. ഞാൻ ചെയ്യുന്ന എല്ലാം കൊളാവുന്നു. മൊത്തത്തിൽ ഇതാണ്. എനിക്കറിയില്ല ഇനി അടുത്ത ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഉള്ള ട്രിപ്പൊക്കെ എന്താവും, എങ്ങനെയാവും, ഒരു ഐഡിയ ഇല്ല. കണ്ടു തന്നെ അറിയാം. അവിടെ ബസ് സ്റ്റാൻഡിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ട് ഹായ് എന്തിൻ്റെ വിശേഷം, സുഖമല്ലേ? ഭയങ്കര ഷൈയാണ് വീഡിയോയിലുള്ള വരാൻ കേട്ടോ. ഇത് ജെയിൻ. നാട്ടിലെവിടെ? തൃശ്ശൂരല്ലേ? തൃശ്ശൂർ എവിടെ? ചാലക്കുടി. ഓക്കെ. ഇവിടെ എന്താ വർക്ക് ചെയ്യണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? ഇത് ഷെങ്കൻ അല്ല കേട്ടോ, ഇത് ബാൽക്കൻ കൺട്രിയാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ബാൽക്കൻ കൺട്രിയാണ് സെർബിയ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാ, അവർലി ആണോ പേയ്മെന്റ് അതോ അല്ലാണ്ട് മന്ത്ലി ആണോ? മന്ത്ലി ആണ്. ഇവിടെ യൂറോ അല്ല കറൻസി വരുന്നത്. എന്ത് കറൻസിയാണ്? സെർബിയൻ ദിനാർ. അതാണ് കേട്ടോ ഇവിടുത്തെ കറൻസി വരുന്നത്. അപ്പം അവനും വർക്ക് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വരുന്ന. ആ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഞാനൊന്നും കഴിച്ചില്ല. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന ഇവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നോക്കിയത് തപ്പി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സെല്ലാം ഭയങ്കര ഫ്രീ ആണ്. അതായത് ഇപ്പോൾ സിറ്റീൻ്റെ ഉള്ളിലുള്ള എല്ലാ ബസ്സസും ഫ്രീ ആണ് അല്ലേ? വേറെ ഉണ്ടോ? ട്രെയിൻ, ട്രാം എന്തെങ്കിലും ഉണ്ടോ? അത് ഫ്രീ ആണോ? ഓക്കെ. ഞാൻ പോയിട്ടുള്ള എനിക്ക് തോന്നുന്നു യൂറോപ്പ് കൺട്രിയിൽ ലക്സംബർഗ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഫുൾ ഫ്രീ ആയിരുന്നു.
അതുപോലെ തന്നെ ഇവിടെയും ഫ്രീ ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഈസിയാണ്. ലൈക്ക് അതിനൊരു എക്സ്പെൻസ് വരില്ല. നമുക്ക് സിറ്റിക്ക് പുറത്ത് പോകണമെങ്കിൽ മാത്രമാണ് പൈസ ആവശ്യം വരുള്ളൂ. ഇങ്ങനെ സിറ്റീൻ്റെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സിറ്റീൻ്റെ പുറത്ത് പോകണമെങ്കിൽ ലൈക്ക് നോർമലി ടാപ്പ് ചെയ്ത് പൈസ വേണം. പക്ഷെ സിറ്റീൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്തോരം വേണമെങ്കിൽ പോകാം. അതെ, സിറ്റിയിൽ മാത്രം. ഇത് ബെൽഗ്രേഡ് എന്നല്ല പറയുന്നത്. ഓക്കെ, സോ ബെൽഗ്രേഡ് സിറ്റിയാണ്, ഇതാണ് ക്യാപിറ്റൽ സിറ്റി. സോ ഇവിടെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം കേട്ടോ. നമ്മളൊരു സ്നാക്കും ഒരു ജ്യൂസാണ് കേട്ടോ മേടിച്ചത്. അത് ടേസ്റ്റിലായിരുന്നു. ഇവരാണ് സജസ്റ്റ് ചെയ്ത്, കൊള്ളൂലായിരുന്നു. യോഗട്ട് മറ്റേ കഷായം പോലെ ഇരിക്കുന്നുണ്ടായി. ഇവിടെ റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഭയങ്കര വിശപ്പായതുകൊണ്ട് അത് മാത്രം കഴിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ പോയത്. പിന്നെ തേങ്ങേൻ്റെ സാധനം, അത് ഞാനാണ് പറഞ്ഞത്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അപ്പോൾ മേടിച്ച. പക്ഷെ അത് തീരെ കൊള്ളൂലായിരുന്നു. ഇനി നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണ്? ഇതിൻ്റെ സെൻട്രൽ സ്ക്വയറിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ബസ് എടുത്തിട്ട് നമ്മൾ എവിടെയോ ഒരു സ്ഥലത്തെത്തിയിട്ട് അപ്പോൾ വേറെ മലയാളീസിനെ കൂടെ കണ്ടിട്ടുണ്ട്. ഹായ് ഹായ്, പേര് അഭിജിത്ത്. ഇവിടെ എന്തെയ്യുന്നു, വർക്ക് ചെയ്യണോ? ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാണ്. ഓക്കെ, പേര് അഭിഷേക്. നാട്ടിലെവിടെയാ? കൊല്ലം. ഓക്കെ, ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെയുണ്ട് ഈ രാജ്യം? അടിപൊളിയാണ്. ഓക്കെ, ഇതേതാ സ്ഥലം? ഇതാണ് മെയിൻ സ്ഥലം. ചെറിയ രാജ്യമല്ലേ സെർബിയ? ഓക്കെ, ഇത് നമുക്കൊരു ഫോർട്ടാണ്. നമ്മുടെ ഒരു മിലിറ്ററി മ്യൂസിയം, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ആ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല വ്യൂ പോയിന്റ്. ഇവിടെ ഈവനിങ്ങിലെല്ലാം നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം. ഫ്രണ്ട്സ്, കപ്പിൾസ്, ഫാമിലി വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നല്ല, ഇവരൊക്കെ വെയിൽ കൊള്ളാൻ ഇരിക്കുന്നതാണ് കേട്ടോ. കാരണം ഇപ്പോൾ സമ്മർ ജസ്റ്റ് സ്റ്റാർട്ടായാലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല വ്യൂ ആണ്. നമ്മുടെ നാട്ടിലിങ്ങനെ ഒരുപാട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എല്ലാവരും സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ഇരിക്കണം തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടിട്ടിരിക്കാം. സൺസെറ്റ് എല്ലാം കാണാം. ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ സണ്ണെല്ലാം നല്ല 9:30-10 മണി വരെ ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നല്ല ടയർഡായി. മൊത്തം മെൻ്റലിയാണ് ടയർഡ്, ഫിസിക്കലി അല്ല കേട്ടോ. സോ ഇവിടെ എല്ലാം നടന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണുവാണ്. അധികം ടൈമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഔട്ടറിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് സിറ്റി മാത്രമാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എൻ്റെ ബാഗെല്ലാം അവർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്ക്, ബർഗർ ഫെസ്റ്റ് നടക്കുവാണ്. അവിടെ എഴുതിയേക്കുന്നുണ്ടോ? ഇവിടെ ബർഗേഴ്സ് എല്ലാം കിട്ടുന്നത്. ഇവിടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഫുഡ് മാത്രമല്ല, ഇവിടെ എല്ലാവരും വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെസ്സൊക്കെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ടല്ലോ, നല്ല ചീസി സ്മെൽ. അല്ല, ചീസ് ഇങ്ങനെ മെൽറ്റ് ആവണ സ്മെല്ലാ. ഓരോ കൺട്രിയുടെ ഫ്ലാഗ് കാണുന്നുണ്ട്. സ്പെയിനിന്റെ ഒരു ഫ്ലാഗ് കാണുന്നുണ്ട്. ഇത് സ്പെസിഫൈ ചെയ്യുന്നത് സ്പെയിൻ ഫുഡ് ആയിരിക്കും. ബർഗർ ഓരോ കൺട്രീന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള ബർഗേഴ്സ് ആയിരിക്കും. യെസ്, അത് ഞാൻ കണ്ട്. അതന്നെ. വാവ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറെ ക്രൗഡ് ആവുന്നു. ഇപ്പൊ സ്റ്റാർട്ട് ആയുള്ളൂ തോന്നുന്നു. ഇത്ര ഉള്ളോ? 7 മണി 8 മണി കഴിഞ്ഞാലാണ് ശരിക്കും ഓണാവുന്നുള്ളൂ. ഇവിടെ ഡേ ലൈറ്റ് എത്ര നേരം ഉണ്ടാവും? കുറവാണ്. ഇപ്പോ 8:30. ഓക്കെ ഓക്കെ. സെപ്റ്റംബർ നവംബർ കഴിഞ്ഞ് വീണ്ടും ചേഞ്ച് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു കോട്ടയുണ്ട്. അയ്യോ, നോക്കി നടക്ക്. ഓക്കെ, ഇവിടെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും സെർബിയയിൽ കാണാനായിട്ട് ഉള്ള ചരിത്രം ഉറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത്. പല ഈ കോട്ട ഏറ്റവും കുറവൊരു 10-200 യുദ്ധങ്ങളും നേരിട്ടൊരു കോട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി അന്ന കാലത്ത് ഇവിടെ യൂസ് ചെയ്യുന്ന വെപ്പൺസ് അതുപോലെ ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ. അവര് രാജഭരണകാലത്ത് ഓരോ ശിക്ഷയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ ശിക്ഷയൊക്കെ എങ്ങനെ നടപ്പാക്കുന്ന രീതിയിലുള്ള ചെയർ കാര്യങ്ങൾ അതൊക്കെയുണ്ട്. അത് നമ്മുടെ ഹിറ്റ്ലറുടെ സമയത്ത് ഉണ്ടായിരുന്ന ചെയറില്ലേ, സൈഡ് ആണിക്ക് വെച്ചിട്ടുള്ളത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓപ്പണിംഗ് ആയിരുന്നു, ഇപ്പൊ ഓപ്പൺ ആണെന്ന് അറിയത്തില്ല. ഈ കോട്ട കണ്ടില്ലേ, അവിടെ കുറേ കളിക്കാനും ഗെയിംസ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അവർ ആ സ്പേസ് വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഏരിയയൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെക്കും, പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഉണ്ടോ, അവിടെ എല്ലാവരും അവരെ കളിച്ച് ക്ഷീണിച്ചിരിക്കുന്നതാണ് കാണുന്നത്. വോളിബോൾ ഉണ്ട്, പല ടൈപ്പ് ഗെയിംസുകളാണ് ഇവിടെ കളിക്കുന്നത്. അത് കളറൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ ഓരോ ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സ്റ്റെപ്പിലിരുന്നിട്ട് നമുക്ക് കാണുകയും ചെയ്യും. നമ്മളത് ആ കോട്ടേൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടും ഉള്ളിലേക്ക് നടന്നു കയറാം. ഇതെന്താ, ഇത് സുവനീറാണല്ലോ, നല്ല രസമുണ്ടല്ലോ. ഇവിടുത്തെ എന്തെങ്കിലും പ്രത്യേകതയുള്ള സാധനമായിരിക്കും സുവനീറായിട്ട് വെക്കുക. ഇതെന്തിൻ്റെയാ?
ഇവിടുത്തെ ജസ്റ്റ് സിറ്റിന്റെ ആയിരിക്കും അല്ലേ? അതായത് ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ ചർച്ചുകളാണ്. ഇതൊക്കെ ചർച്ചുകളാണ്. ഇവിടെ ഓരോ ചർച്ചിനും ഒരു ചരിത്രമുണ്ട് ഇവർക്ക്. അപ്പൊ ഓരോ ചർച്ചുകളാണ് ഇത് വരുന്നത്. ഇവിടുത്തെ ഓരോ ചർച്ചുകളാണ്. ചർച്ചിന്റെ സുവനീർ ആണ്. അതായത് പ്രൊഡവ്, ബെൽഗ്രേഡ്, അങ്ങനെ ഓരോ ഏരിയാസ് ആണ് ഇതൊക്കെ. എല്ലാം സിറ്റിയിലുള്ള ഓരോ ചേർച്ചിന്റെ സുവനീർ ആണ് കാണുന്നത്. ഇവിടത്തെ ഓൾഡ് മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ കാണുന്നത്? പണ്ട് അവരെങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ. ഇപ്പോഴത്തെ അല്ല, അത് പണ്ടത്തെ പേരുകളല്ല. അതെനിക്ക് മനസ്സിലായി. പേര് കാണുമ്പോ തന്നെ നമുക്ക് അറിയാത്ത പോലത്തെ ഒരു പേരല്ലേ? ഓഷ്യാനസ് പാനിക്കസ് എന്നൊക്കെ പറഞ്ഞു. മനസ്സിലാവുന്നേ ഇല്ലല്ലോ എന്തൊക്കെയാണെന്ന്. വേണ്ട, അത് ഫുള്ള് അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. പഴയ ടൈപ്പ് മാപ്പായോണ്ട് ഫുള്ള് അവിടെ ഫുള്ള് അത് തന്നെയാണ്. ഇതൊക്കെ കുറെ ആന്റിക് കളക്ഷൻസ്. ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ ഇതിന്. ഈ ചെറിയ മോതിരത്തിനെല്ലാം ഉണ്ടല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. നല്ല രസം കാണാൻ, വെറൈറ്റി ആയിട്ട്. വാവ്, നൈസ്. ആ സ്റ്റോൺസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറേ മാലയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നൈസാണ്. ഈ മോതിരമൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ? അതെല്ലാം ഇവിടെ 10 യൂറോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരുടെ കറൻസി വേറെയാണ്. പക്ഷെ അവർ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് യൂറോയിലാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ മ്യൂസിയം എന്ന് പറഞ്ഞില്ലേ, ഇവരുടെ സൈനിക താവളം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അന്ന് ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്നായിരുന്നുകൊണ്ട് അന്ന് യൂസ് ചെയ്ത പല സാധനങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ. അത് ഇതിനെ മാറ്റിയിട്ടുണ്ടാവും. നോർമലി അത് ചേഞ്ച് ചെയ്യുന്ന അതിന്റെ മോഡൽസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ ഇത്രയും സാധനങ്ങൾ ഇവിടുത്തെ ഈ രാജ്യത്തുണ്ടായിരുന്നു. അതാണ് ഇവിടുന്ന് കുറച്ചധികം ഉണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിന്റെ ഫോട്ടോ ഉണ്ട്. അതായത് മുമ്പ് നമ്മളെ ശിക്ഷ കൊടുത്തിരുന്ന വർക്ക് എടുക്കാൻ തോന്നുന്നു. അതാണ് ജസ്റ്റ് സെയിം സാധനം ഹിറ്റ്ലർ യൂസ് ചെയ്തായിരുന്നു. അതായത് നമുക്ക് ചരിത്രം കാണാം. ഹിറ്റ്ലർ യൂസ് ചെയ്ത ആ സെയിം സാധനം തന്നെയാണ്. അതിന്റെ ആളെ ഇരുത്തിയിട്ട് മോളിൽ നിന്നും സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്ന് ഒന്ന് ക്ലോസ് ചെയ്യുന്നത് സീനല്ലേ? അതാണ് ഇത്. അത് നേരിട്ട് കാണാൻ കുറച്ചുകൂടി നൈസ് ആയിരുന്നു അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എന്തോ വാക്കിങ് അവിടെ നിന്ന് ഇറങ്ങിയത് അടുത്ത വ്യൂ പോയിന്റിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ പാർക്കാണോ കാണുന്നേ? പാർക്കെല്ലാം ഉണ്ട്. വാവ്, നല്ല രസമുണ്ട്. സൺസെറ്റും ഈ ഏരിയയിൽ മൊത്തം ഫുൾ വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. താഴെയൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. സമ്മർ ആയതുകൊണ്ട് തന്നെ. വാവ്, നൈസ്. ഇവിടെ നല്ല ഈ ലുക്ക് കൊള്ളാം കേട്ടോ. ഈ വ്യൂ സൂപ്പർ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്ക്, വാള് വെച്ചിട്ട് പയറ്റുന്നൊക്കെയാണ് അവര്. പക്ഷെ വാള് വെച്ച് മുറിയാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ മറ്റേ അമ്പ് അല്ലേ അവിടെ കണ്ട, അതിലേക്ക് എറിഞ്ഞിടുന്നു. വാവ്, കൊള്ളാട്ടാ. ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ മൊത്തത്തിൽ കാണാൻ പറ്റും അല്ലേ? ക്ലബ് പോലെ നമ്മുടെ ക്ലബ് പോലെ ഒരു ഇതുണ്ട്. റൈഫിൾ ക്ലബ് പോലെ അതിനുണ്ട്. ഈഗിൾസ് എന്നുണ്ട്. അവരാണ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, കൊള്ളാല്ലേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ആക്ടിവിറ്റി കാര്യങ്ങൾ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറെ സമയം പിടിക്കും. കൊള്ളാം, പഠിപ്പിക്കുന്നുണ്ടല്ലേ കറക്റ്റ് ആയിട്ട്. ഇവിടെ നോക്ക്, കൊറേ ഹയനക്കുട്ടന്മാര് കിടന്നുറങ്ങുന്നത്. ഇതേ എന്നെ നോക്കും, നമ്മളെ നോക്കുന്ന കേട്ടോ. നോക്ക്, അത് നമ്മളെ തന്നെ നോക്കിക്കുന്നു. കണ്ടോ, അതവിടെ ഉറങ്ങുമോ സമാധാനമായിട്ട്. അതൊരെണ്ണം അതിന്റെ കൂട്ടില്. അതിന്റെ ഉള്ളിൽ എന്താ, സൂ ആണോ ഇത്? സൂ ആണല്ലേ? ഹൈനെല്ലാം ഞാൻ മസായിമാറ പോയപ്പോ ഭയങ്കര ക്ലോസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല. പെട്ടെന്നൊരു നിമിഷം ഞാൻ തൃശ്ശൂർ എത്തിയ പോലെ എനിക്ക് തോന്നി. ഇവരൊക്കെ നാട് തൃശ്ശൂരാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു തൃശ്ശൂര് നമ്മളെ പൂരപ്പറമ്പ് പോലെ അല്ലേ, യന്ത്രൂഞ്ഞാലും ഇതേപോലെ empty ആയിട്ട് പോവും അല്ലേ? നമ്മുടെ നാട്ടിലും സെയിം അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്കില്ല കേട്ടോ ഇവിടെ അല്ലേ? ഇതൊക്കെ നൈറ്റിലേക്ക് ഉള്ളതാണ് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ക്രൗഡ് ആയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴെല്ലാരും വരൂ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടല്ലേ. ഇതൊക്കെ വർക്കാവോ? നിങ്ങൾ കയറലുണ്ടാ? ഇവിടെ നോക്കി, ട്രാം പോകുന്നത് കണ്ടോ? പഴയ ട്രാമാണ് കേട്ടോ ആ പോകുന്നത്. പിന്നെ ഈ ട്രാമെല്ലാം ഫ്രീ അല്ലേ? ആ, ട്രാമും ബസ്സും എല്ലാം ഫ്രീ ആണേ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി പൈസ ഒന്നും ചെലവാക്കണ്ട. ഇവിടെ ടാപ്പ് വാട്ടേഴ്സ് ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ വെള്ളത്തിനൊന്നും പൈസ കളയേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കുടിക്കാം. ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെറിയൊരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചപ്പോൾ €1 50 ആയി. എന്ന് വെച്ചാൽ ഏകദേശം നമ്മളെ നാട്ടിലൊരു
170 രൂപയോളം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 170 സംതിങ് ഉണ്ടാവും. 1.5 സെന്റ് €1 50 സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര ചെറിയ ബോട്ടിൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇങ്ങനെ പൈപ്പ് ഉള്ളതുകൊണ്ട് ടാപ്പ് വാട്ടേഴ്സ് നല്ലതാണ്. പിന്നെ നമുക്ക് കുടിക്കാം. പിന്നെ ഇവിടെ കുറേ ഡോഗ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഡോഗ്സിനൊക്കെ ഇവിടെ ഇരുത്തിയിട്ട് വെള്ളം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ബോട്ടിലുണ്ടെങ്കിൽ റീഫില്ലും ചെയ്യാം. സെറ്റാണ്, നല്ല തണുത്ത വെള്ളം. ഇവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആ ഒരു ഏരിയയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കറക്റ്റ് സെൻട്രൽ ആ ഒരു ഏരിയയിലാണ് ഉള്ളത്. ഇവിടുത്തെ മോളാണ് ഈ കാണുന്നത്. വലിയ മോളാണല്ലേ. ഇവിടെ പിന്നെ ഈ ടൈം ആയതുകൊണ്ട് എല്ലാവരും ക്രൗഡായിട്ട് ഇങ്ങനെ ഷോപ്പിങ്ങും ഫുഡടിയും അങ്ങനെയായിട്ട് നടക്കുവാണ്. ഈ ഏരിയ നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ ഫുഡെല്ലാം പുറത്ത് കഴിച്ച് വെള്ളം അടിച്ച് ബിയറൊക്കെ അടിച്ച് ഇങ്ങനെ പുറത്തിരിക്കുന്നത്. ആക്ച്വലി യൂറോപ്പ് എന്ന് പറയുന്ന കൾച്ചർ ഏറ്റവും കൂടുതൽ ഉള്ളത് ബിയറും കോഫിയും. ഇത് രണ്ടും മെയിനാണ്. ഞാൻ കോഫിയും വല്ലപ്പോഴേ കുടിക്കുള്ളൂ, ബിയറും വല്ലപ്പോഴേ കുടിക്കുള്ളൂ. മനസ്സിലായോ? അതാണ് ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണുന്നത് കഫേസും ബാറും അതാണ് കാണാം അല്ലേ. യൂറോപ്പ് ഓൾവേസ് ലൈക്ക് കോഫി പിന്നെ ബിയർ, കോഫിയും ബിയറും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ കുറേ ഐസ്ക്രീംസ് കാണാം. ഐസ്ക്രീം മാത്രം ഞാൻ മേടിച്ച് കഴിക്കാറുണ്ട്. സമ്മർ ആയതുകൊണ്ട് അല്ലേ. ഞാൻ വിൻ്ററിലും വന്നിട്ടും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഐസ്ക്രീം എനിക്കിഷ്ടമാണ് കഴിക്കാൻ. ഐസ്ക്രീമാണ് പിന്നെ ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനം. ഈ സ്ഥലമൊക്കെ കാണുന്ന സമയത്ത് ഇന്ത്യയും നേപ്പാളും പോലെയാണ് തോന്നുന്നു. കുറേ നേപ്പാളികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റും ഇവിടുത്തെ ബിൽഡിങ്സും കണ്ടോ. എന്നിട്ടാണ് ഇവർ നമ്മളെ ഇന്ത്യയിൽ വന്നിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ലൈക്ക് ഇന്ത്യൻസ് ഒന്ന് കൊളാക്കിയതൊന്നുമല്ല. ആക്ച്വലി ഒരുപാട് കൺട്രിയിലെ എമിഗ്രൻസ് ആണ്. പാകിസ്ഥാനീസ്, ബംഗ്ലാദേശീസ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇതിന് നമ്മളെ നാട്ടിൽ 150 എത്ര രൂപ? 150 രൂപയുള്ളൂ കേട്ടോ ഒരു ചെറിയതിന്. ബീഫ് ഫില്ലിങ്, ചെറിയ ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഉള്ളിയാണ് മെയിനായിട്ട് ഫില്ലിങ്. കഴിച്ചോ. അത് ചൈനീസ് ആണ് കേട്ടോ. എന്തൊക്കെയോ ഫുഡുണ്ട്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുവാണ് കേട്ടോ. ഉച്ച സമയത്ത് ഞാൻ വന്നപ്പോൾ ഒക്കെ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമയമായപ്പോൾ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. സോ നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? ഇവിടുത്തെ മെയിൻ സ്ക്വയർ അല്ലേ ഉള്ളത്. സോ ഇത് ഇവിടെ സ്ക്വയറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്ക്വയർ. വൈകുന്നേരം ആവുന്ന സമയത്ത് ഇവിടെ കുറേ ലൈക്ക് വീക്കെൻഡൊക്കെ ആണെങ്കിൽ മൊത്തം പാർട്ടി പരിപാടികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇവിടുത്തെ നൈറ്റ് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അങ്ങനത്തെ അടിപൊളിയൊക്കെ ഉണ്ടോ. കുറേ ക്യാൻഡിൽസും പിന്നെ തണുപ്പുണ്ട് രാത്രിയാകുമ്പോൾ. ആ തണുപ്പിന് വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ എന്താ പറയുക ചൂടുള്ള ഒരു തീ പോലത്തെ ഒരു സാധനം വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, അത് കണ്ടോ, അത് തണുപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നൈസാണ്. ഈ നൈറ്റ് ഇങ്ങനെ ഓരോ സ്ട്രീറ്റിലൂടെ പോകുന്നത്. ഇതിപ്പോൾ വീക്കെൻഡ് ആണെങ്കിൽ ഇവിടെ ഒരു സ്പേസ് പോലും ഫില്ലായിട്ട് എല്ലാം ഫില്ലായിരിക്കും. ഒരു സ്ഥലം പോലും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. നൈറ്റ് ഇവിടെ നൈറ്റ് ലൈഫ് എല്ലാം അടിപൊളിയാണ്. ഇപ്പം ഞാൻ സ്ലോവേനിയൊന്നും പോയ സമയത്ത് അവിടെ നൈറ്റ് ലൈഫ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവിടെ പക്ഷെ നൈസാണ്. എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് സെറ്റാക്കി കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കായിരുന്നു. അങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് യൂറോപ്യൻസ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന കേട്ടോ. ഇതുപോലത്തെ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് അവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു രാജ്യത്തേക്കുള്ള വിസയും ഫ്ലൈറ്റ് എടുക്കാനുള്ള പൈസയൊക്കെ ആക്കും. എന്നിട്ട് ഇങ്ങനെ പോവും. ആണോ, ഇവിടെ യൂറോപ്പിൽ എല്ലാ ബിൽഡിങ്സും ഭയങ്കര സിമിലർ ആയിരിക്കും കേട്ടോ. എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ ഓൾറെഡി മുന്നേ വേറെ കൺട്രിയിൽ നിന്ന് കണ്ട പോലെ തോന്നുന്നു. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ റൂമിൽ പോയി സ്റ്റേ ചെയ്തു. അതിനുശേഷം ഇന്ന് എനിക്ക് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് രാവിലെ മുതൽ രാത്രി വരെ റെസ്റ്റ് എടുത്തു. ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. 11:30ക്ക് ഞാൻ ഇവിടെ ബസ് കയറി സെർബിയയിൽ നിന്ന്. എന്നിട്ട് ഞാൻ ബുഡാപെസ്റ്റിലേക്കാണ് പോകുന്നത്. ബുഡാപെസ്റ്റിലേക്ക് ഒരു 6 hours ഉണ്ട്. ഒരു വെളുപ്പിന് 5:30 ആകുമ്പോൾ എത്തും. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത എൻ്റെ ടിക്കറ്റ് അത് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. അതിന് റീഫണ്ടും കൂപ്പണും ഒന്നും കിട്ടിയിട്ടില്ല. സാധാരണ ഫ്ലിക്സ് ബസ്സിൽ ക്യാൻസലായ ഒരു വൗച്ചർ പോലെ വരികയോ ചെയ്യും. അതും വന്നിട്ടില്ല. അക്കൗണ്ടിൽ ക്യാഷ് കയറിയിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ആ പൈസ പോയി. അത് ഞാൻ 25 യൂറോനാണ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ അത് ഓൾറെഡി 33 യൂറോ സംതിങ് ആയി. ഇരട്ടി പൈസ കൊടുത്തിട്ട് പിന്നെ ഞാനിപ്പോൾ ബുക്ക് ചെയ്ത് എനിക്കിവിടെ വന്നേ പിന്നെ പൈസ നഷ്ടം മാത്രമാണ്. ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്യും, പുതിയത് ക്യാൻസലാവും, പുതിയത് ഒന്നിലെ ക്യാൻസലാവും, അല്ലെങ്കിൽ മിസ്സാവും. അങ്ങനെ മൊത്തം സീനായിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഓൺലൈനിൽ എടുക്കാണ്ട് ഡയറക്റ്റ് ഇവിടെ കൗണ്ടറിൽ വന്നിട്ടാണ് എടുത്തത്. ലാസ്റ്റ് മിനിറ്റിലാകുമ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും, അതാണ് സംഭവം. സോ ഞാനപ്പോൾ ബുഡാപെസ്റ്റിലേക്ക് പോവാണ്. സെർബിയ ഞാൻ ഔട്ടറിലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല.
ഞാൻ എന്തായാലും പിന്നീട് സൗത്ത് അമേരിക്കൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബാൽക്കൺ ഷെങ്കൻ കൺട്രീസിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.